മിനിസ്റ്റർ, അല്പനേരം കൂടി ഒന്ന് തുടരണം. നമുക്ക് ഈ ക്യാമ്പിൽ കഴിയുന്ന ചിലരുടെ പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളിൽ ഒരുപക്ഷെ സർക്കാരിന് വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൂടി ഒന്ന് കേട്ടിട്ട് മടങ്ങാമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജിതിക പ്രേം മേപ്പാടി ക്യാമ്പിൽ നിന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ. ജിതിക, ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതൊക്കെ ഇത്ര നേരമായിട്ട് കേൾക്കുകയാണല്ലോ. ക്യാമ്പുകളിൽ പൊതുവെ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ക്യാമ്പിൽ നിന്നും പിന്നെ അടുത്തതെന്ത് എന്നുള്ളൊരു ചോദ്യം ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ നിൽക്കുകയല്ലേ. എന്താണ് ഈ ഘട്ടത്തിൽ ജിതികയ്ക്ക് മിനിസ്റ്ററോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും വീട് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഏരിയയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ എസ്റ്റേറ്റ് റൂമുകളിൽ താമസിച്ച ആളുകൾ ഉണ്ട്. അവർക്കും കൂടി ഇത് ബാധകമാണോ എന്ന് എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതായത് വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമാണോ ഈ ആനുകൂല്യങ്ങൾ നൽകുന്നത്? അല്ലാതെ ആ ദുരന്തത്തിൽ പങ്കാളികളായ മുണ്ടക്കായി തൊട്ട് ചൂരൽമല വരെയുള്ള എല്ലാ ജനങ്ങൾക്കും ഒരേപോലെയുള്ള പരിഗണന കിട്ടുമോ എന്നൊരു ചോദ്യം ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ട്. മിനിസ്റ്റർ കേട്ടല്ലോ, ഇതിലൊരു കൃത്യമായ ഉത്തരം ഇപ്പോൾ ഈ ഘട്ടത്തിൽ നൽകാൻ പറ്റുമോ? അവരുടെ ഉത്കണ്ഠ അല്ല, അത് ഒരു ഉത്കണ്ഠ വളരെ പ്രസക്തമാണ്. നമ്മളിപ്പോൾ ഇന്നലെ ഞാൻ പ്ലാന്റേഴ്സുമായിട്ട് അവിടെ വെച്ച് തന്നെ യോഗം ചേരുകയുണ്ടായി. ഹാരിസൺ മലയാളത്തിൻ്റെയാണ്. അവിടെ 2 ലയങ്ങൾ അവിടെ ഒലിച്ചു പോയിട്ടുണ്ട്. 49 മറ്റ് തൊഴിലാളികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാം കൂടി 100-നടുത്ത ആളുകളുടെ ഒരു മിസ്സിംഗ് ഉണ്ടായിട്ടുള്ളതാണ് പ്ലാന്റേഷൻ മേഖല. അപ്പോൾ അവർ തന്നെ അത്തരം ലയങ്ങളുടെ ഈ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവരത് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ ഈ ദുരന്തത്തിന് ഇരയായ ആളുകൾ അവർ ഒരേപോലെയാണല്ലോ ഇരയായിട്ടുള്ളത്. അവിടെ താമസിക്കുന്നവരാകാം, വേറെ രൂപത്തിലായ. അപ്പോൾ അതെല്ലാം പഞ്ചായത്തും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റവന്യൂ വിഭാഗം ഇവരുടെ കയ്യിലെല്ലാം രേഖകൾ ഉണ്ടായിരിക്കുമല്ലോ. താമസത്തിൻ്റെതും വോട്ടർ പട്ടിക, മറ്റ് കാര്യങ്ങൾ, ആധികാരിക രേഖകൾ. അതില്ലെങ്കിൽ നമുക്ക് പുനർനിർമ്മിക്കാനുള്ള അവസരം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ മുൻപിൽ വേർതിരിവുകളൊന്നുമില്ലല്ലോ. നമ്മൾ ഈ ദുരന്തത്തിൽ ഒഴുകി വരുന്ന പാറക്കെട്ടുകൾ, ഒട്ടടിക്ക് വരുന്ന എത്രയോ മുകളിലേക്കാണ് പാറകളെ വരെ ഈ ഉരുൾപൊട്ടി വന്ന ആ ഒഴുക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഒരേപോലെ തന്നെയാണ് കാണുക. അതിനെ സംബന്ധിച്ചുള്ള ഒരു പൊതു പദ്ധതി തയ്യാറാക്കുമ്പോൾ ഇത്തരം ആശങ്കകൾ, ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിച്ച ആശങ്കകളുണ്ടല്ലോ, ആ ആശങ്കകൾ കൂടി ആ ചർച്ചയുടെ ഭാഗമായി വരും. അതെല്ലാവരെയും ഒരേപോലെ സംരക്ഷിക്കുക എന്ന കൂടി ചേർത്ത് നിർത്തുക, ഒന്നിച്ചു കൊണ്ടുപോവുക എന്ന സമീപനം തന്നെയായിരിക്കും സ്വീകരിക്കുക. ജിതിക, അത് ഒരു വ്യക്തത വന്നു എന്ന് കരുതുകയാണ്. അതുകൂടാതെ ഇപ്പോൾ ഈ മേപ്പാടി ക്യാമ്പിൽ വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ക്യാമ്പുകളല്ലാത്ത സ്കൂളുകളൊക്കെ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയനാട് വളരെ വേഗത്തിൽ തന്നെ പഴയ പടിയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഈ ഘട്ടത്തിൽ. എന്താണ് ജിതികയ്ക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ക്യാമ്പുകളിൽ എല്ലാ സൗകര്യങ്ങളും, എല്ലാ സംഘടനകളും, പല സംഘടനകൾ, ഏത് സംഘടനകളെന്നും എനിക്ക് പറയാൻ പറ്റില്ല, പല സംഘടനകളിൽ നിന്നും സാധനങ്ങളും മറ്റും ഇവിടെ എത്തുന്നുണ്ട്. എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നവർ തൊട്ടിട്ട് ഇവിടെ ക്ലീൻ ചെയ്യുന്നവർ, അങ്ങനെ എനിക്ക് ഓരോരുത്തരെ പറയാൻ പറ്റില്ല. എല്ലാവരും ഇതിൻ്റെ ഭാഗമായി ഞങ്ങളെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. ഈ ദിവസം വരെ എല്ലാ രീതിയിലും എല്ലാവരുടെ അടുത്തു നിന്നും എല്ലാ സഹായിച്ചവരും അവരോട് നന്ദിയും പറയുന്നു. എല്ലാ സപ്പോർട്ടും ഈ നേരം വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സഹായിച്ചവരോടും ഇതിനായി പ്രവർത്തിക്കുന്നവരോടും, അത് ഞങ്ങളെ അവിടുന്ന് റോപ്പ് വഴി കൊണ്ടുവന്ന അവരോടും എല്ലാവരോടും ഞാൻ ഈ നിമിഷം നന്ദി പറയുകയാണ്. ശരി ജിതിക. മിനിസ്റ്റർ, വളരെ അധികം നന്ദി. ഈ സമയം വരെ ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും അവിടെയുള്ളവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് ഇനിയും ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും. അതിനൊക്കെ കൃത്യമായ മറുപടി ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന മറുപടികൾ നൽകിയതിന് വളരെയധികം നന്ദി മിനിസ്റ്റർ.